ശ്രീ ലിബർട്ടി ബഷീർ, ഈ കണക്കുകളിലെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ഈ ലാഭവിഹിതം എന്ന് പറയുന്ന ആ കണക്കിലേക്ക് തന്നെ വന്നാൽ, അല്ലെങ്കിൽ സിനിമയുടെ വിഹിതം എന്ന് പറയുന്ന കണക്കിലേക്ക് വന്നാൽ, അത് ന്യായമല്ല എന്ന് വളരെ പെട്ടെന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവർക്ക് മുന്നിലുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം മുന്നോട്ട് അവതരിപ്പിച്ച സമയം എന്നത് ശരിയല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ആദ്യത്തെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞാൽ ഈ 50:50 എന്ന അനുപാതത്തിൽ തന്നെയാണല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ ലാഭവിഹിതം ലഭിക്കുന്നത്. സിനിമയുടെ ഒരു നല്ല കാലത്ത് ആ നിലയ്ക്ക് പോകുന്നതല്ലേ ശരി എന്നതുകൂടിയാണ് ഇവരുടെ ചോദ്യം. ഒരു കാര്യം എന്താ പറയുക, അച്ഛൻ പറയുന്നത് കറക്റ്റാണ്. 12 നമ്മൾ പണ്ടൊക്കെ ഈ 2003 മുതൽ ഗണേശ് ചാർജ് എടുക്കുന്നവരെ, ഈ 2012-14 വരെ 48 സ്റ്റേഷനിൽ റീച്ച് ചെയ്ത് ഇത് തർക്കമുള്ള സമയത്ത് 72 സ്റ്റേഷനായിട്ട് അന്ന് ചേംബർ ഇടപെട്ട് 72 സ്റ്റേഷനാക്കി. ഈ 48 സ്റ്റേഷനുള്ള സമയത്ത് നമുക്ക് ഈ ടേംസ് ഒന്നും പ്രശ്നം, കാരണം നമ്മൾ കുറേ 100 ദിവസത്തോളം പടം കളിക്കും, അത് 40-50 എത്തും. ഇപ്പം എന്താ അറിയോ, ഇവർ പറയുന്ന അതേ തന്നെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത്. ഇപ്പം വരുന്ന പടങ്ങൾ എത്ര വലിയ സൂപ്പർ ഹിറ്റ് പടം, അതിന് വളരെ അപൂർവം, പുലിമുരുകൻ വല്ലപ്പോഴും 5-10 കൂടി സമയത്ത് വരുന്ന ഒരു അപൂർവ പടം എന്നത്. ബാക്കിയുള്ള സാധാരണ പടങ്ങളെല്ലാം മാക്സിമം 2 ആഴ്ച കഴിയുമ്പോൾ പടം ഓർഡറാവും, അടുത്ത പടം നമ്മൾ പടയിലേക്ക് കളിച്ചു കൊടുക്കും. ഈ 2 ആഴ്ച കിട്ടുന്ന കർഷകന്റെ ഏറ്റവും മെയിൻ തിയേറ്റേഴ്സിൽ കിട്ടുന്നത് ആ 2 ആഴ്ച കിട്ടുന്ന വരുമാനം പലതരത്തിൽ മാറിയിട്ടുണ്ടല്ലോ. ശ്രീ ലിബർട്ടി ബഷീർ, നമ്മളെല്ലാം തിയേറ്ററിൽ പോകുന്നവരാണ്. ഒരു പോപ്കോൺ മേടിക്കണമെങ്കിൽ പല തിയേറ്ററുകളിലും 80 രൂപ വരെയാവും. ഒരു പീസ് പിസ്സ മേടിക്കണമെങ്കിൽ 100 രൂപ മേടിക്കും. സിനിമ മാത്രമല്ല ഒരു തിയേറ്റർ ഉടമയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്, അതിനപ്പുറത്തുള്ള ബിസിനസ് ഉണ്ട് എന്നതുകൂടി നമുക്കറിയാമല്ലോ. ആ നിലയ്ക്കുള്ള വളർച്ച കൂടിയുണ്ട്. അവിടെയാണ് അർച്ചൻ മാളുകൾ പോയിട്ട് മാത്രം സിനിമ കാണുന്നില്ല. ഇവിടെ നമ്മുടെ തിയേറ്റേഴ്സിൽ ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. മാളിൽ 200-250 രൂപ ടിക്കറ്റ് ചാർജാണ്. അവിടെ ഒരു പോപ്കോണിന് 100 രൂപ കൊടുക്കണം. നമ്മൾ 10 രൂപയ്ക്കാണ് പോപ്കോൺ വെക്കുന്നത്. ഒരു പെപ്സി 30 രൂപയ്ക്ക് വെക്കുന്നത്. നമ്മൾ അവിടെ 100 രൂപ ടിക്കറ്റ് പെപ്സി വെക്കുന്നത്. അവിടെ ഒരു തിയേറ്റർ കയറ്റണമെങ്കിൽ മാക്സിമം 3 കോടി മതി. ഒരു 5ാമത്തെ തട്ടിൽ അൺഓതറൈസ്ഡ് ഇവിടെ 2 മാള ഒഫീഷ്യലിലും അർച്ചൻ മനസ്സിലാക്ക്. ഒന്ന് യൂസഫലിന്റെ തിയേറ്റർ, ഒന്ന് ശോഭ സീറ്റ്, 2 മാളത് ഒഫീഷ്യലായിട്ടും ബാക്കിയെല്ലാം അൺഓതറൈസ്ഡ് ആയിട്ട് ഇവർ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിനെയും കോർപ്പറേഷനെയും സ്വാധീനിച്ചിട്ടുണ്ടാക്കുന്ന മാളുകളാണ്. അവിടെ ഒരു മാള് കെട്ടാൻ വേണ്ടി മാക്സിമം ആ ഫർണിച്ചറിന്റെ പൈസ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഷോപ്പ് മുറിയെല്ലാം കൊടുത്തിട്ട് മേലെ കിട്ടുന്നത് എന്ത് ലാഭമെന്ന്. നമ്മളെ കോടിക്കണക്കിന് പിന്നെ ആസ്തിയിൽ ഒരു തിയേറ്ററേ നനച്ച് നിൽക്കുന്നതാണ്. നേരത്തെ ശശിയേട്ടൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ തിയേറ്ററിൽ എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷത്തിന് നിൽക്കുന്നത് നമുക്ക് വേണമെങ്കിലും മാറാക്കാം. പക്ഷെ അതില്ല. നമ്മൾ സിനിമ ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മളെല്ലാം പോട്ടെ, തിരുവനന്തപുരത്ത് ഏറ്റവും ആദ്യ സ്ഥലത്ത് എല്ലാം ഇത് കിടക്കുന്ന നാളെ ഒരു സെന്റ് 1 കോടി രൂപ ഉണ്ടാവും. ഒരു തിയേറ്റർ മാളാക്കി താഴത്തെ ഷോ മാത്രം അവർക്ക് പാടാൻ മതി. എന്നിട്ടും ആ സിനിമയിൽ നിൽക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒരു സിനിമ 5-6 തിയേറ്ററിലാണ് കളിക്കുന്നത്. കൈകളി കളിക്കും, ശിവകുമാർ കളിക്കും, മറ്റേ ആരിസ് പ്രസ് കളിക്കും, അജന്തി കളിക്കും. ഒരേ പടം കളിക്കുന്നത്. ചെറിയ ഒരു 10 കമാൻഡേഴ്സിന്റെ പടം വന്നിട്ടുണ്ട്. അത് 5 തിയേറ്ററാണ് പടം കളിച്ച്. എന്ത് കിട്ടാനാണ്? ഇതിൽ സത്യത്തിന്റെ ശബ്ദം കൊണ്ട് സത്യത്തെ കീഴടക്കാൻ പറ്റില്ല. ശശിയുടെ അറിയുന്ന കാര്യമാണ് ഇത്. വല്ലപ്പോഴും ഇറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ട് വേണം ഈ ഒരു വർഷം നേടാൻ പറ്റും. എന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഈ 350 തിയേറ്ററും ഇവിടുത്തെ സെൻട്രൽ പിക്ചേഴ്സ് ഇവിടുത്തെ വലിയ ലീഡിങ് ഡിസ്ട്രിബ്യൂട്ടറാണ്, ന്യായമായിട്ട് വർദ്ധിക്കുന്ന ഒരു കമ്പനിയാണ് സെൻട്രൽ പിക്ചേഴ്സ്, സെഞ്ചുറി, ഇങ്ങനത്തെ പല കമ്പനികളും. അവരെ തിയേറ്റർ വരെ അടച്ചിരുന്നത് നമ്മളെ ഭയന്നിട്ട് അടച്ചിരുന്നത് ഒത്തുകൊണ്ടുപോകില്ല. അവരും ഒരു വർഷത്തിൽ 3-4 പടം നടക്കുന്ന വ്യക്തികളാണ്. ഇത് തിയേറ്റർ ബിസിനസ് കൊണ്ടിട്ട് ഇല്ല. പിന്നെ സിനിമയോടുള്ള പേര്, പിന്നെ ചില ആൾക്കാർ തിയേറ്റർ എടുക്കുന്നത് പണ്ട് തിയേറ്ററും ബസ് സർവീസ് നടന്നത് നാട്ടിൽ പേരാണ്. ഇന്ന ബസ് സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന തിയേറ്റർ ഉണ്ട്, നാട്ടിൽ പേര് കൊണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട്, നല്ലൊരു വിഭാഗം ആൾക്കാർ. അത് ശശിയേട്ടനും പ്രൊഡ്യൂസറാണ്, ഇവിടുത്തെ പിന്നെ തൊമ്മിച്ചനും പ്രൊഡ്യൂസറാണ്. രണ്ട് വ്യത്യാസം. നമുക്ക് ശശിയേട്ടൻ്റെ വിഷമം നമുക്കറിയാം. തൊമ്മിച്ചൻ കോടീശ്വരത്താണ്, അയാൾ പടം എടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ തിയേറ്ററുകളിലും ഉപജീവന ആൾക്കാരുണ്ട്. ഒരു ന്യൂൺസ് പക്ഷേ ഇതെല്ലാം പറഞ്ഞതുപോലെ ശബ്ദം ഇട്ട് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് അവതരിപ്പിക്കാം. പക്ഷേ യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ന്യായവാദങ്ങൾ ദുർബലമായി പോകുന്നു എന്നതാണ് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ലെനിൻ രാജേന്ദ്രൻ, ഈ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഈ നിലവിലെ സ്ഥിതി തുടരട്ടെ എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതിനുശേഷം ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നതും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ സർക്കാർ? പുതിയൊരു ചർച്ചയ്ക്കുള്ള സാഹചര്യം സർക്കാർ ഇനി തേടുന്നുണ്ടോ?
ചർച്ച ഏത് സമയത്തും ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യമായി അവിടെ കാര്യകാരണ സഹിതം വ്യക്തമാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതല്ലാതെ ഞങ്ങൾ തൽക്കാലം ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ ഈ നില ഇങ്ങനെ തുടരാൻ കഴിയുകയുമില്ല എന്നൊരു വളരെ സ്നേഹബുദ്ധിയായുള്ളൊരു മുന്നറിയിപ്പും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആലോചിക്കേണ്ടുന്നത് സംഘടനകളാണ്. എന്നിട്ട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടും. അന്നേരം ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇവിടെ നമ്മൾ കണക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കലാണ് ചെയ്യുക. ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് ഇതൊരു ജനങ്ങളുടെ വിനോദത്തിൻ്റെയും അവരുടെ ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ഒരു ഉപാധി കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. ഒരു വ്യവസായം എന്നുള്ളത് പോലെ തന്നെ അതൊരു സാംസ്കാരികമായിട്ടുള്ളൊരു വിനിമയത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ സമരം വളരെ ജനവിരുദ്ധവുമാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ കണക്കുകളാണെങ്കിൽ എനിക്കും കുറേ കണക്കുകൾ തിരിച്ചു പറയാനുണ്ടാവും. ഞാനിപ്പോൾ അത് പറഞ്ഞ് വീണ്ടും ഇതിലേക്ക് രീതിയിൽ എണ്ണ ഒഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവരോട് വളരെ സ്നേഹപുരസരം നിൽക്കുന്ന രണ്ട് സംഘടനയിലെയും നേതാക്കന്മാർ വളരെ അടുത്ത് കുറേ വർഷങ്ങളായി അറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരോടുള്ളൊരു അഭ്യർത്ഥന ഇതാണ്: എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാവുക. അതിലൂടെ ഇത് പരിഹരിക്കാൻ വേണ്ട ആത്മാർത്ഥമായ ശ്രമം, ഈഗോകൾ പരസ്പരം മാറ്റിവെക്കുക, ചർച്ചയ്ക്ക് തയ്യാറാവുക. എന്തായാലും ശ്രീ കല്ലിയർ ശശി, ഈ 10-ാം തീയതി എന്തായാലും ജനറൽ ബോഡിയുണ്ട്. ആ ജനറൽ ബോഡിയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ തിയേറ്റർ ഉടമകളുടെ? അല്ല, ഉണ്ടാകാം ചിലപ്പോൾ. അത് അവരുടെ സംഘടനയിലെ കാര്യമാണ്. സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുക ആ ദിവസമാണ്. ആ ദിവസത്തിന് ശേഷം ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നു. അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. അത് നല്ലതാണ്, വളരെ നല്ലതാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായില്ലെന്ന് നല്ലതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബർ 16 മുതൽ ഇങ്ങോട്ട് എത്രയോ പ്രാവശ്യം ഇതേ ഉപാധി ഇപ്പോൾ പറയുന്ന സർക്കാർ പറഞ്ഞതും ഞങ്ങൾ പറയുന്നതും ഞങ്ങളുടെ എല്ലാ സംഘടനകൾ പറയുന്നതും സർക്കാർ പറഞ്ഞതും എല്ലാം ഒരേ ഉപാധിയാണ്. തൽസ്ഥിതി തുടരുക, നമുക്കിത് മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഇതുതന്നെയാണ് ഇപ്പോഴും നമ്മളുടെ സ്റ്റാൻഡ്. ഇന്നലെ പറഞ്ഞ സ്റ്റാൻഡ്, ഇന്നലെ അവസാനമായി അനൗദ്യോഗികമായി ചർച്ച ചെയ്തപ്പോഴും ഞങ്ങൾ മുന്നേറ്റ് വെച്ച നിർദ്ദേശം ഇതാണ്: തൽസ്ഥിതി തുടരുക. നമുക്ക് ഒരു സമയപരിധിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും ഒരു ടേബിളിലിരുന്ന് ചർച്ച ചെയ്ത് ഒരു പരിഹാരമുണ്ടാക്കി അടുത്ത മിനിമം ഒരു 10 വർഷത്തേക്കെങ്കിലും ഇവിടെ യാതൊരുവിധ സംഘർഷമോ സമരമോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഒരു ധാരണയിലെത്താം. അതുവരെ തൽസ്ഥിതി തുടരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യം. പക്ഷേ ഉണ്ടാവാനുള്ള നഷ്ടം ഉണ്ടായി കഴിഞ്ഞല്ലോ. ഇതുവരെ ഉണ്ടായ നഷ്ടത്തെ എത്ര കണക്കാക്കാം? തീർച്ചയായും ഉണ്ടായി കഴിഞ്ഞു. അതായത് 4 ചിത്രത്തിന്റെ ഒരു നഷ്ടക്കണക്കെടുത്താൽ ഇതിന് 10-15 കോടി രൂപ നഷ്ടപ്പെട്ടു. എത്ര എണ്ണം വിജയിക്കാനിരിക്കുന്ന സിനിമയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ നിലയ്ക്ക് നമുക്ക് അല്ല, എന്നാലും ഒരു വിജയ സാധ്യതയുള്ള 4 ചിത്രങ്ങൾ അതിനകത്തുണ്ട്. ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. വിജയ സാധ്യതയുള്ള സിനിമകളാണ്. ഇപ്പം ബഷീർക്ക പറഞ്ഞ പോലെ നാളെ നല്ല സിനിമയാണ്ട് ഇറങ്ങിയാൽ ഓടാം. പക്ഷേ ഒരു ഫെസ്റ്റിവൽ സീസണിൽ കിട്ടുന്ന കളക്ഷൻ സാധാരണ ദിവസങ്ങളിൽ കിട്ടുമെന്ന് ഒരിക്കലും കരുതണ്ട. കാരണം ജനുവരി ആയി, ഇനി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത് സിനിമയുടെ കളക്ഷനെ മോശമായി ബാധിക്കുന്ന ഒരു ടൈമാണ്. ഇനിയുള്ള നല്ല സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ആണ്. അതിലേക്ക് ഒരുപക്ഷെ ഈ വലിയ പടങ്ങൾ ഇത്രയും കോടികൾ മുടക്കിയതുകൊണ്ട് അവർക്ക് നീങ്ങേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ വിഷുവിന് ആൾറെഡി റിലീസ് ചെയ്യാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ആ ചിത്രങ്ങൾ പ്രതിസന്ധിയിലേക്ക് വരും. ഇങ്ങനെ മൊത്തം ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് ഞങ്ങൾ മുൻകൂട്ടി പറയുന്നത്: നിങ്ങൾ തൽക്കാലം ഈ സ്ഥിതി തുടര്, നമുക്കിരുന്ന് സംസാരിച്ച് തീർക്കാം. എൻ്റെ ഏറ്റവും അടുത്ത വളരെ ആത്മമിത്രമായ ശ്രീ ലെൻ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ 2 കൂട്ടരും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇത് ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച ഒരു സംഭവം പിൻവലിക്കുക, ചർച്ച ചെയ്യാൻ നമുക്ക്. ചർച്ച ചെയ്ത് ആർക്കാണ്, എവിടെയാണ് കോട്ടം, ആർക്കാണ് നഷ്ടം, മുന്നോട്ടുള്ള വഴികൾ എന്താണ്, നമുക്ക് കുറേ കാലത്തേക്ക് രമ്യതയിൽ പോകണം, അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് 100 വട്ടം പറഞ്ഞിട്ടും അതിനെതിരെ മുഖം തിരിച്ച് നിന്നാൽ തീർച്ചയായും ഇതിനെ കുറെ കൂടെ മാനുഷികമായി കാണണമല്ലോ ശ്രീ ലിബർട്ടി ബഷീർ. ഇപ്പോൾ ഈ സിദ്ദിഖൊക്കെ പറഞ്ഞതുപോലെ, സിദ്ദിഖൊക്കെ എത്ര കോടികളുടെ കളക്ഷൻ ഈ തിയേറ്ററുകൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം പ്രതിസന്ധിയിലാണ്.
മാത്രമല്ല ഈ പറഞ്ഞ ആളുകളല്ല, ഈ പുതിയ പ്രൊഡ്യൂസേഴ്സാണ്, ഈ സേതു മണ്ണാർക്കാടാണെങ്കിലും സോഫിയ പോൾ ആണെങ്കിലും ഒക്കെ ഈ പുതിയ സിനിമകളുമായി വരുന്ന ആളുകളെല്ലാം പുതിയ ആളുകൾ കൂടിയാണ്. അവരെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടല്ലേ യഥാർത്ഥത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? ഈ നമ്മളെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും നമ്മുടെ തിയേറ്ററുകാരും നമുക്കിവിടെ പറയാം. കാരണം എന്താ പറയുക, അത് നമ്മൾ രണ്ടു കൂട്ടരും ഒരു വിഭാഗം പാവപ്പെട്ട കൂട്ടർ തന്നെ. സിദ്ദീഖിനെ പോലത്തെ ആർട്ടിസ്റ്റും ടെക്നീഷ്യനും പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. കാരണം എന്താ പറയുക, സിദ്ദീഖെല്ലാം ഒരു 25 കൊല്ലം 10-15 ലക്ഷം രൂപ റെമുനറേഷൻ വാങ്ങി, ഇന്ന് 1 കോടി രൂപ റെമുനറേഷൻ വാങ്ങിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഞാനിവിടെ എല്ലാ കാര്യത്തിനും ഇടപെടുന്ന സൂപ്പർ സ്റ്റാറുകളല്ലോ ഇത്ര 21 ദിവസമായി സമരം തുടങ്ങിയിട്ട് എന്തെങ്കിലും നാവ് തുറന്നോ? ഇപ്പൊ സിദ്ദീഖിന്റെ പടയിലോട്ട് മാത്രം സിദ്ദീഖ് സംസാരിക്കുന്നത്. അവരെത്ര കോടിക്കണക്കിന് റുപ്യാണ് ശമ്പളം വാങ്ങിക്കുന്നത്, അതുമാത്രം അതിന്റെ റൈറ്റ്സ് വേറെ കിട്ടുന്നുണ്ട്. ഈ പാവപ്പെട്ട കുട്ടിക്ക് ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ഒന്നും നേരത്തെ സുരേഷ് ചാനൽ പറഞ്ഞത് ശരിയാണ്. ഇവിടെ പാവപ്പെട്ട കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡ്യൂസേഴ്സും ഡേറ്റ് കൊടുക്കുന്നില്ല. ഇത് അമ്മയിലെ അംഗങ്ങളും പെഫ്കയിലെ അംഗങ്ങളും ഡേറ്റ് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് അങ്ങ് വീതിച്ചെടുക്കുകയാണ്. ഒന്നും കിട്ടില്ല ഇവർക്ക്. ഇവരിപ്പോ അവർക്ക് വേണ്ട ബാധിക്കുന്നത്, ആ കോടീശ്വരന്മാർക്ക് വേണ്ടത് ഇവർ ബാധിക്കുന്നത്. വല്ലപ്പോഴും ഇല്ലാത്ത ഡേറ്റ് വല്ലപ്പോഴും കിട്ടിയാൽ ഈ പഴയ പ്രൊഡ്യൂസർമാർക്ക് കിട്ടുന്നത്. ഇവിടെ സിദ്ദീഖ് പ്രൊഡ്യൂസറാണ്, മമ്മൂട്ടി പ്രൊഡ്യൂസറാണ്, മോഹൻലാൽ പ്രൊഡ്യൂസറാണ്, ദിലീപ് പ്രൊഡ്യൂസറാണ്, നവീൻ പോളി പ്രൊഡ്യൂസറാണ്, ആസിഫ് അലി പ്രൊഡ്യൂസറാണ്, സുരേഷ് ഗോപി എന്നുള്ള ഒഴിച്ചിട്ട് മണിയമ്പള്ളി രാജു പ്രൊഡ്യൂസറാണ്. സുരേഷ് ഗോപി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും പ്രൊഡ്യൂസേഴ്സായി കഴിഞ്ഞ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ട്, എല്ലാവർക്കും പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അതിനിടയ്ക്ക് ഇവർ ഈ സംഘടനയിൽ മാത്രമേ ഇവരില്ലിപ്പോ ഇവർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല. ഇവർ കൊടുക്കൂല. കാരണം ഇവരെ ചൊൽപ്പടിക്ക് അവരെ കിട്ടൂല. അവർക്ക് ഇഷ്ടം പോലെ എല്ലാ സ്വന്തം സൗകര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ അവരുടെ കാര്യം സിദ്ദീഖിന്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്താൽ പലതും നമുക്ക് പറയേണ്ടി വരും. ശ്രീ ലെനിൻ രാജേന്ദ്രൻ, ഇതര സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ആണെങ്കിൽ ഇത്തരം ഒരു തർക്കത്തിൽ ആദ്യം ഇടപെടുക അവിടുത്തെ ഈ താരങ്ങളാണ്. ഇവിടെ ആ താരങ്ങളുടെ ഭാഗത്തു നിന്ന് ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന തോന്നലുണ്ട്. അത് നിർണായകമായ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നവരേ അല്ല നമ്മുടെ താരങ്ങൾ. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അപൂർവം ചില ആളുകൾ അങ്ങും ഇങ്ങും തൊടാത്ത ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിനപ്പുറം കോൺക്രീറ്റായി ഒരു അഭിപ്രായവും പറയുവാൻ നമ്മുടെ ഈ പ്രധാനപ്പെട്ട താരങ്ങളാണെങ്കിലും ശരി, മറ്റുള്ള ടെക്നീഷ്യന്മാരാണെങ്കിലും മുന്നോട്ട് വരാറേയില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് ആരെങ്കിലും അലോസരപ്പെടുന്നുവെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം എന്നുള്ള വളരെ തന്ത്രപരമായൊരു നിലപാടാണ് അവർ സ്വീകരിക്കുക. ഞാൻ വ്യക്തികളുടെ പേരുകളൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം അത് തന്നെയാണ്. പക്ഷേ അവരൊക്കെ ഈ പറഞ്ഞ ഈ വിതരണക്കാരൻ്റെ റോളിലും അതല്ലെങ്കിൽ ഒരു നിർമ്മാതാവിൻ്റെ റോളിലും ഒക്കെ അവതരിക്കുന്നവർ കൂടിയാണ്. അതൊക്കെ പണം കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് അവരേത് മാർഗവും സ്വീകരിക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ മറ്റ് കച്ചവടങ്ങളിലേക്ക് അവർ തിരിയാറുണ്ട്. അത് അവരുടെ അതിന് ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. അവർക്ക് ഹോട്ടലുകൾ നടത്താം, അല്ലെങ്കിൽ മറ്റ് വ്യവസായശാലകൾ നടത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു പ്രതിസന്ധിയും ഏറ്റവും കൃത്യമായി അനുഭവപ്പെടുക അവർക്കാണല്ലോ. കാരണം ഒരേ സമയം അഭിനയിക്കുന്നു, ഈ നിർമ്മാണം നടത്തുന്നു, ഒരേ സമയം വിതരണത്തിനെടുക്കുന്നു, ഇങ്ങനെ അതിൽ എല്ലാ തരത്തിലും കൈവച്ച് നിൽക്കുന്നവരാണ്. ആ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും അവരെ കൂടി ബാധിക്കുന്നതല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു നിലപാട് അവരെ അറിയിച്ചുകൊണ്ട് അവരുടെ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ഒരു മേധാവിത്വം പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതല്ലേ? തീർച്ചയായും അവർ ഇതേപോലെ തന്നെ മുന്നിൽ വന്നിട്ട് ചർച്ചകളിൽ പങ്കെടുക്കേണ്ടുന്നവരാണ്. അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷെ അവർ മുന്നോട്ട് വരുന്നില്ല. പിന്നെ അവരുടെ പിന്നാലെ പോയി നമുക്ക് ചൂരലുമായി ചെന്നിട്ട് അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞിട്ട് അവരെ നമുക്ക് തല്ലിപ്പഴിപ്പിക്കാനും കഴിയില്ല. അതവർ സ്വയം ആലോചിക്കേണ്ടുന്നൊരു കാര്യമാണ്. തീർച്ചയായും തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.